ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. എലത്തൂർ മണ്ഡലം NCP സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണവുമായി NCP ഔദ്യോഗിക വിഭാഗം പരസ്യമായി രംഗത്ത്. സ്ഥാനാർത്ഥി ഫോം ബി വ്യാജരേഖ നിർമ്മിച്ച് ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച് മത്സരിക്കുന്നതായി NCP അജിത് പവാർ വിഭാഗം വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. നിലവിൽ സംസ്ഥാനത്തും NDAയുടെ ഘടകകക്ഷിയാണ് NCP അജിത് പവാർ വിഭാഗം. എലത്തൂരിൽ NCP SP വിഭാഗം മത്സരിക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി AK ശശീന്ദ്രനാണ്. അതേസമയം PK ശശീന്ദ്രൻ എന്ന പേരിൽ NCP അജിത് പവാർ വിഭാഗം നോമിനേഷൻ നൽകുകയും ചെയ്തു. ഇതിനിടയിലാണ് NCP അജിത് പവാർ ഔദ്യോഗിക വിഭാഗം എലത്തൂരിൽ മത്സരരംഗത്തുള്ള മറ്റൊരു NCP സ്ഥാനാർത്ഥി അവരുടെ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനെതിരെ രംഗത്തെത്തിയത്. നമ്മുടെ ചിഹ്നം എന്ന് പറയുന്നത് നമുക്ക് കോമൺ ചിഹ്നമാണ്. അത് അജിത് പവാർ വിഭാഗത്തിന് ചിഹ്നമാണ്. ആ കിട്ടിയ ചിഹ്നം കേരളത്തിൽ മുൻ പ്രസിഡന്റും ഇപ്പോൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞ വ്യാജമായ രേഖ ചമച്ച് വന്നിരിക്കുന്ന ജബ്ബാർ എന്ന് പറയുന്ന ആളോട് ചേർന്ന് നടത്തിയ ഗൂഢാലോചന ഫലമായി കേന്ദ്ര നേതൃത്വം അറിയാതെ ദേശീയ പ്രസിഡന്റ് ഒപ്പോ അനുമതിയോ ഇല്ലാതെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജനങ്ങളെയും പാർട്ടിയെയും വഞ്ചിക്കാനുള്ള തീരുമാനത്തെയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. NCP ഔദ്യോഗിക വിഭാഗം ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും ഫോം ബി വ്യാജരേഖ ചമച്ചാണ് സ്ഥാനാർത്ഥിത്വം നേടിയതെന്നും അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും NCP ഔദ്യോഗിക വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സജി പോത്തൻ തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് MM ഷാജി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ, CWC മെമ്പർ പന്തളം മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് JN അടൂർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി